ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലോക്കിനെ കുറിച്ചുള്ള, അതായത് PSC, SSC, ബാങ്ക് തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുന്ന ക്ലോക്കിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് വരുന്ന 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മിറർ ഇമേജിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ 2 ആംഗിളിൻ്റെ അകത്ത് ഒരു ടൈം തന്നിട്ട് അതിൻ്റെ അകത്തുണ്ടാവുന്ന മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുണ്ടാകുന്ന കോണളവിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസുമാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അത് പറയുന്നതിന് മുമ്പ് ക്ലോക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വൃത്താകൃതിയിലുള്ള ഒരു ഒബ്ജക്റ്റാണ് ക്ലോക്ക് എന്ന് പറഞ്ഞത്. അതായത് 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലോക്ക് എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ക്ലോക്കിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 360 ആണ്. ഓക്കെ, അത് ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ക്ലോക്കിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. ഓക്കെ, ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ആണ്. ഇതിൽ നിൽക്കട്ടെ. ഇനി നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് 12 മുതൽ നമ്പേഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 12നും 1നും ഇടയ്ക്ക് നമുക്ക് 5 ഡിവിഷൻ ഉണ്ട്. ഓക്കെ, അതെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ 1നും 2നും ഇടയ്ക്ക് 5 ഡിവിഷൻ ഉണ്ട്, 2നും 3നും ഇടയ്ക്ക് 5 ഡിവിഷൻ ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് ഡിവിഷൻസ് പറയുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അതായത് നമുക്ക് ടോട്ടൽ സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ 5 ഡിവിഷനും കൂടുമ്പോൾ എത്ര ആംഗിളാണ് നമുക്ക് അറിയേണ്ടതുണ്ട്. അതായത് ടോട്ടൽ നമുക്ക് ഈ 5 ഡിവിഷൻ ഉൾപ്പെടെ ആകെ ടോട്ടൽ ഡിവിഷൻ എന്ന് പറയുന്നത് 12 ആയിട്ടാണ് ക്ലോക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എത്രയായിട്ടാണ്? ക്ലോക്കിനെ ടോട്ടൽ ഒബ്ജക്റ്റ് ആയിട്ട് ടോട്ടൽ ഡിവിഷൻ എന്ന് പറയുന്നത്, ക്ലോക്കിൻ്റെ ടോട്ടൽ ഡിവിഷൻ എന്ന് 12 ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ 5 ഡിവിഷൻ ചെയ്യുന്നതിനാണ് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ 5 ഡിവിഷൻ എന്ന് പറയുന്നത് ടോട്ടൽ, അതായത് ആംഗിളിനെ നമ്മൾ ക്ലോക്കിനെ നമ്മൾ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 12, ദാറ്റ് ഈസ് 30 ഡിഗ്രിയാണ് ഓരോ 5 ഡിവിഷനും ഉണ്ടാകുന്നത്. ഓരോ 5 ഡിവിഷനും 30 ഡിഗ്രി ആണെങ്കിൽ അതിനകത്ത് ഒരു ഡിവിഷനും ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ആംഗിൾ ബിറ്റ്വീൻ 1 ഡിവിഷൻ ഈക്വൽ ടു 30 ബൈ 5, ദാറ്റ് ഈസ് 6 ഡിഗ്രി. ഓക്കെ, ഇത് സാധാരണ രീതിയിൽ PSC ലാസ്റ്റ് നമുക്ക് 2017 കഴിഞ്ഞ LDC എക്സാമിന് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ക്ലോക്കിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്സും കൂടെ ഞാനിവിടെ പറയുന്നു. അതായത് ക്ലോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുഞ്ഞ് നാളുകളിൽ മുതൽ നമ്മൾ കാണുന്നതാണ് അല്ലേ. അപ്പോൾ ക്ലോക്കിൻ്റെ അകത്ത് കുഞ്ഞു സൂചി, അതായത് മണിക്കൂർ സൂചിയെ സൂചിപ്പിക്കുന്ന കുഞ്ഞു സൂചിയും മിനിറ്റ് സൂചിയെ സൂചിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ വലിയ സൂചിയുമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. മിനിറ്റ് സൂചി എന്ന് പറയുന്നത് വലുതും മണിക്കൂർ സൂചി എന്ന് പറയുന്നത് വലുതുമാണ്. ഇനി നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ, ക്ലോക്കിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നു ഞാൻ. അതായത് ക്ലോക്കിൻ്റെ സൂചി, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും സാധാരണ രീതിയിൽ ഒന്നെങ്കിൽ 1ന് മുകളിൽ ഒന്നായിട്ട് വരാറുണ്ട്, ഇല്ല അതായത് 1ന് മുകളിൽ മണിക്കൂർ സൂചിയും ഇത് മിനിറ്റ് സൂചിയും ആണെങ്കിൽ 1ന് മുകളിൽ ഒന്നായിട്ട് വരാറുണ്ട്, ഇല്ലെങ്കിൽ നേർരേഖയിൽ വരാറുണ്ട്, ഇല്ലെങ്കിൽ മട്ടക്കോണാകൃതിയിൽ വരാറുണ്ട്. ഈ 3 ടൈപ്പിൽ നമുക്ക് നമ്മുടെ നമ്മുടെ സൂചികളെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലേ. ഇനി ഒരു കാര്യം മനസ്സിലാക്കാനായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും 1ന് മുകളിൽ ഒന്നായിട്ട് വരിക എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് അവർ തമ്മിലുണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ഓക്കെ, ഒന്നുകൂടെ മനസ്സിലാക്കുക. ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും 1ന് മുകളിൽ ഒന്നായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി എന്നാണ്. അതുപോലെ തന്നെ നേർരേഖയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ്, അത് ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, മട്ടക്കോൺ, അതായത് 90 ഡിഗ്രി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 3 o'clock 9 o'clock അങ്ങനെയൊക്കെ വരുന്നതാണ് 90 ഡിഗ്രിയിൽ നമുക്ക് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, അതായത് നേർരേഖയിൽ വരുന്നു, എതിർ ദിശയിൽ വരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോവാണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും. ഓക്കെ, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 1ന് മുകളിൽ ഒന്നായിട്ട് 22 തവണ ഒരു ദിവസം ടച്ച് ചെയ്യും. എങ്ങനെയാണ്? ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 1ന് മുകളിൽ ഒന്നായിട്ട് 22 തവണ ക്ലോക്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 1ന് മുകളിൽ ഒന്നായിട്ട് വരും. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലോക്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എത്ര തവണ വരുമെന്നറിയുമോ? 44 തവണ നേർരേഖയിൽ വരും. ഓക്കെ, അതുപോലെ തന്നെ മട്ടക്കോൺ ആകൃതിയിൽ
നമ്മുടെ ടോട്ടൽ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി മട്ടക്കോൺ ആകൃതിയിൽ 44 തവണ വരികയും ചെയ്യും. ഇത് സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മണിക്കൂർ സൂചി ഒരു ദിവസം അതായത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നത് അതായത് 12 മണിക്കൂറിന് ശേഷമായിരിക്കും ഒരു ഡിഗ്രി അതായത് 360 ഡിഗ്രി ടച്ച് ചെയ്യുന്നത്. അതായത് മണിക്കൂർ സൂചി അതായത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഉച്ചയ്ക്ക് 12 മണി എന്ന് പറയുന്ന ടൈമിൽ വന്നു. ഓക്കെ, ഉച്ചയ്ക്ക് 12 മണിയാണെന്ന് വിചാരിക്കുക. അത് രാത്രി ഇനി ആ 12 മണി എന്ന് പറയുന്ന സമയത്ത് മണിക്കൂർ സൂചി വരണമെങ്കിൽ രാത്രി 12 മണിയാകണം. ഓക്കെ, അതായത് 12 മണിക്കൂറിന് ശേഷം മാത്രമേ മണിക്കൂർ സൂചി എവിടെയായിരുന്നോ ആ സെയിം പൊസിഷനിൽ എത്തുകയുള്ളൂ. നേരെ മറിച്ച് മിനിറ്റ് സൂചി എന്നതിനെ പറ്റി ചിന്തിച്ച് നോക്കും. മിനിറ്റ് സൂചി 12 മണിയിലായിരുന്നു. ഓക്കെ, അത് 1 മണിക്കൂർ അതായത് 1 മണിയാകുമ്പോൾ ആ മിനിറ്റ് സൂചി വീണ്ടും 12 മണി എന്ന് പറയുന്ന ടൈമിൽ അതേ പൊസിഷനിൽ വീണ്ടും എത്തുന്നതാണ്. ഓക്കെ, അതായത് മിനിറ്റ് സൂചി ഒരു ദിവസം 24 തവണ അതായത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് മിനിറ്റ് സൂചി എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ അതായത് ടോട്ടൽ 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. 24 മണിക്കൂറിലും നമുക്ക് മിനിറ്റ് സൂചി എന്ന് പറയുന്നത് അതായത് മിനിറ്റ് സൂചി എന്ന് പറഞ്ഞാൽ സെയിം പൊസിഷൻ അതായത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. നേരെ മറിച്ച് മണിക്കൂർ സൂചി എന്ന് പറയുന്നത് 12 മണിക്കൂറിന് ശേഷം മാത്രമേ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ ക്ലോക്കിനെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞു 2 വീഡിയോ ആണ് ഉള്ളത്. 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 2 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മിറർ ഇമേജും ഒന്ന് ആംഗിളുമാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.